ധൂർത്തടിയും സ്വജനപക്ഷപാതവും കൈമുതലാക്കിയ പിണറായി വിജയൻ്റെ തുടർഭരണത്തിൻ്റെ സാഹചര്യം അത് ഏത് രീതിയിലും തകർത്തെറിയുക എന്നുള്ളത് UDF മുന്നിലെ ഏറ്റവും വലിയ ദൗത്യമായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. ആ ഒരു സാഹചര്യത്തിലാണ് വീണ്ടും അത് കൂടുതൽ ശക്തമായി അവതരിപ്പിക്കാൻ, അതായത് ഈ സംസ്ഥാനത്തെ എല്ലാ രീതിയിലുള്ള പാഴ്ചെലവും വീണ്ടും വർദ്ധിപ്പിക്കുന്ന രീതിയിൽ പിണറായി വിജയൻ്റെ നേതൃത്വത്തിൽ രണ്ടാം സർക്കാരിൻ്റെ 4ാം വാർഷികം ആഘോഷിക്കാൻ ഒരുങ്ങുന്നത്. എല്ലാ മേഖലകളിലും ജീവനക്കാർക്കായിരുന്നാലും ആശാപ്രവർത്തകർക്കായിരുന്നാലും കഷ്ടതകൾ മാത്രം അനുഭവിക്കേണ്ടി വരുന്ന സാഹചര്യത്തിലും പിണറായി വിജയൻ്റെ ധൂർത്തടിക്ക് യാതൊരു കുറവുമില്ല. അദ്ദേഹത്തിൻ്റെ മന്ത്രിസഭ വീണ്ടും അധികാരത്തിലേക്ക് കയറി 4ാം കൊല്ലം, അതായത് അദ്ദേഹം കേരളത്തിലെ മുഖ്യമന്ത്രിയായി 9 കൊല്ലം പൂർത്തീകരിക്കുന്ന സാഹചര്യം, അത് മലയാളികൾക്ക് അഭിമാനമാണോ അതോ അവർക്ക് ഏറ്റവും വലിയ വേദനാജനകമായ കാഴ്ചയാണോ എന്ന് പറയാൻ കഴിയാത്തൊരവസ്ഥയാണെന്ന് പ്രതിപക്ഷ നേതാവ് വെറുതെ പറയുന്നതല്ല. രാഷ്ട്രീയം മാറ്റിവെച്ചാൽ പോലും പിണറായി വിജയനോട് കോംപ്രമൈസ് ചെയ്യാൻ കേരളത്തിലെ ജനങ്ങൾ മടി കാണിക്കുന്നു എന്നുള്ളതാണ് വാസ്തവം. CPIയുടെ സംസ്ഥാന നേതാക്കൾ അത് വെട്ടിത്തുറന്ന് പറഞ്ഞതാണ്. ജി സുധാകരനും പന്ന്യൻ രവീന്ദ്രനും അതുപോലെ തന്നെ C ദിവാകരനും മുല്ലക്കര രത്നാകരനും ഒക്കെ തുറന്നടിക്കുകയാണ്. എന്തൊരു ധൂർത്താണ്! ഞങ്ങൾ കണ്ടിട്ടുള്ള പഴയ പിണറായി അക്രമ രാഷ്ട്രീയം ഉണ്ടായിരുന്നെങ്കിൽ പോലും ഇതുപോലെ ധൂർത്തടിപ്പുണ്ട് എന്ന് ഞങ്ങൾ വിചാരിച്ചില്ല. അദ്ദേഹത്തിനെ നിയന്ത്രിക്കുന്ന ചില ആളുകളുണ്ട്. അവരുടെ ഓഫീസ് പ്രവർത്തിക്കുന്ന രീതികൾ തന്നെ തെറ്റാണ് എന്ന് ഇടതുപക്ഷ സഹയാത്രികനായ PV അൻവർ വെറുതെ പറഞ്ഞതല്ല, കണക്ക് നിരത്തിയാണ് പറഞ്ഞത്. മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയായി P ശശി അടക്കമുള്ളവർ എങ്ങനെയാണ് ഈ മനുഷ്യൻ്റെ നിലയെ അധപ്പതിക്കാൻ വിട്ടുകൊടുത്തത് എന്നുള്ളത് തീർച്ചയായും അന്വേഷിക്കേണ്ട ഒരു കാര്യമാണ്. വീണ തൈക്കണ്ടിയിൽ എന്നായിരുന്നാലും പിടിവീഴുന്ന അവസ്ഥയിലാണ്. പൊതിന്നവർ വെള്ളം കുടിക്കുക തന്നെ ചെയ്യും. അതാണ് രീതി. താൽക്കാലികമായി അധികാര ദുർവിനിയോഗം നടത്തി മകളെ രക്ഷിച്ചെടുക്കാം. എന്നാൽ എത്ര നാൾ? ഇപ്പോൾ വയസ്സ് അദ്ദേഹത്തിന് 80ആണ്. 85ാം വയസ്സിലും അധികാരത്തിൽ തുടരും എന്ന ധാരണയാണ് അദ്ദേഹത്തിനുള്ളത്. അതായത് 3ാം തവണയും ധർമ്മടത്തു നിന്ന് വിജയിച്ച് പാർട്ടിയെ അധികാരത്തിലേക്ക് കൊണ്ടുവന്ന് വീണ്ടും മുഖ്യമന്ത്രിയായി ക്ലിഫ് ഹൗസിൽ തന്നെ ഇരിക്കാം എന്ന വിചാരമാണ് പിണറായിക്കുള്ളത്. ആശാവർക്കർമാരെ, നിരാലംബരായ നിരവധി രോഗികളെ, എന്തിന് ആരോഗ്യമേഖലയെ മൊത്തത്തിൽ തകർത്ത് സ്വകാര്യ സർവകലാശാലകൾ കൊണ്ടുവരാൻ ശ്രമിച്ച വിദ്യാഭ്യാസ മേഖലയെ തന്നെ എല്ലാ രീതിയിലും അടപടലം പൂട്ടി സാമ്പത്തിക പരിഷ്കരണം എല്ലാം താറുമാറാക്കിയ സർക്കാരിനെ ഒന്നുകൂടി കൊണ്ടുവരും എന്ന് വെറുതെയെങ്കിലും ചിന്തിക്കുന്നത് തന്നെ മഹാ അപരാധമല്ലേ എന്ന് VD സതീശൻ ഉറപ്പിച്ച് പറയുന്നു.